എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോമെട്രിക് മീൻ എന്താണെന്നും അതിൻ്റെ കാൽക്കുലേഷനും, അതായത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ലോഗരിതം ടേബിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് കണ്ടിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ഒപ്പം തന്നെ ഐ ബട്ടണിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ് കണ്ടിരിക്കണം. കാരണം അതിനകത്താണ് നമ്മൾ ലോഗരിതം ടേബിൾ എങ്ങനെയാണ്, അതായത് ലോഗ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒപ്പം തന്നെ ആൻറ്റി ലോഗും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിലാണ് വിശദീകരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോഗ് കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതല്ല. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഉപയോഗിച്ചോ എങ്ങനെയാണ്, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഡെസിമൽ ആകുമ്പോൾ എങ്ങനെയാണ് ലോഗ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടിപ്പ് സഹിതം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചെടുക്കാം. അവിടെ ഈ ഒരു ഇൻഡിവിജ്വൽ സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിൻ്റെ ഫോർമുലയിലുള്ളൂ. നമുക്കറിയാം ഡിസ്ക്രീറ്റ് സീരീസിൽ ഫ്രീക്വൻസി കൂടെ വരും അല്ലേ. ആ ഒരു ഫ്രീക്വൻസി കൂടെ നമ്മുടെ ഈ ഒരു ഫോർമുലയിൽ വന്നിട്ടുണ്ട്. അതായത് ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എക്സിൻ്റെ ലോഗ് വാല്യൂസ് നമ്മൾ എല്ലാത്തിൻ്റെ എടുക്കുന്നു. അതിനുശേഷം മൾട്ടിപ്ലൈ ഈച്ച് ലോഗ് വാല്യൂ ബൈ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസി. നമ്മൾ പിന്നെ ലോഗ് എക്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ആ ഒരു ഇൻഡിവിജ്വൽ സീരീസിൻ്റെ വ്യത്യാസം അതാണ്. അങ്ങനെ നമുക്ക് എഫ് ലോഗ് എക്സ് കിട്ടും. ആ എഫ് ലോഗ് എക്സ് നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ സിഗ്മ എഫ് ലോഗ് എക്സ് ആവും. അതിനുശേഷം നമുക്കതിന് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി കൊണ്ടാണ്, എൻ എന്ന് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണെന്നൂടെ നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണല്ലേ. അങ്ങനെ ഡിവൈഡ് കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിന് അതിൻ്റെ ആൻറ്റി ലോഗ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ജോമെട്രിക് മീന് നമ്മൾ ഈ ഒരു സീരീസിൽ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, കാൽക്കുലേറ്റ് ദി ജോമെട്രിക് മീൻ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. അപ്പോൾ അവിടെ നമുക്ക് വേരിയബിളും തന്നിട്ടുണ്ട്, അതായത് എക്സിൻ്റെ വാല്യൂയും തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം കമ്പ്യൂട്ടേഷൻ ഓഫ് ജോമെട്രിക് മീൻ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് വേരിയബിൾസ് എല്ലാം താഴോട്ട് ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ തന്നെ എഴുതി. ഫ്രീക്വൻസിയും ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസികളും നമ്മൾ താഴോട്ട് എഴുതി. നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ ലോഗ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അതായത് നമുക്ക് ഓർത്തിരിക്കുക എക്സിൻ്റെ ലോഗാണ് കണ്ടുപിടിക്കേണ്ടത്. 10, 11, 12 അതിനെല്ലാം നമ്മൾ ലോഗ് വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് ലോഗരിതം ടേബിൾ എടുക്കാം. അപ്പോൾ ഇവിടെ 10 എന്നുള്ളത് അതിൻ്റെ ലോഗ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം കാണുന്നതാണ് ലോഗരിതം അല്ലേ. അപ്പോൾ ഇതിൽ 10ൻ്റെ വാല്യൂ നോക്കുക. 10ൻ്റെ വാല്യൂ 0, 0, 0 ആണല്ലേ. 4 0 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 10ന് 2 സംഖ്യകളാണുള്ളത് കൊണ്ട് 2 - 1 നമുക്ക് 1 എന്ന് എടുക്കണം അല്ലേ. അപ്പോൾ 1.000 എന്ന് വരും അല്ലേ. അതുപോലെ തന്നെ 15ൻ്റെയും 12ൻ്റെയും 13ൻ്റെ ഒക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. നമ്മൾ ലോഗ് വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാത്തിൻ്റെയും ലോഗ് എക്സ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എഫ് ലോഗ് എക്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എഫ് ലോഗ് എക്സ്. അപ്പോൾ ഇതാണ് വരുന്നത് എഫ് ഇൻറ്റു ലോഗ് എക്സ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുക എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണിത്. അതിനുശേഷം ആ കിട്ടിയിരിക്കുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് ലോഗ് എക്സ് കിട്ടും കേട്ടോ. നിങ്ങൾ ഇവിടെ സിഗ്മ ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. സിഗ്മ എഫ് ലോഗ് എക്സ് എഫ് കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് സിഗ്മ എഫ് ലോഗ് എക്സ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ടല്ലേ. ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ടാണ് നമ്മളിവിടെ എത്ര ഐറ്റമാണ് അത് എന്നെ എടുത്തിട്ട് അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്നെ എടുക്കുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലാണല്ലേ. ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എന്നായിട്ട് എടുക്കേണ്ടതെന്ന് ഓർത്തിരുന്നതാണ്, മറന്നു പോകരുത്. അപ്പോൾ 20 ആണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ 20 കൊണ്ട് അല്ലേ 21/8, 9, 7, 9 നമുക്ക് എന്ത് ചെയ്യണം, 20 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം അല്ലേ. അതാണ് സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതാണ് 1.0949 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻറ്റി ലോഗ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 1.0949. അപ്പോൾ അതിൽ നമ്മൾ എന്ത് എടുക്കണം, ഈ ഒരു 09 എടുത്തിട്ട് അതിൽ 4ാമത്തെ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ 9ൻ്റെ മീൻ ഡിഫറൻസ് ഉടൻ കൂട്ടണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 നമ്മളിപ്പോൾ എടുക്കരുത്. അത് നമുക്ക് ഡെസിമലിന് ഇപ്പറയുള്ള ഡെസിമൽ എത്ര സംഖ്യ കഴിഞ്ഞാണ് ഡെസിമൽ പോയിൻ്റ് ഇടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 0949 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുക ആൻറ്റി ലോഗരിതം എടുക്കണം. ആൻറ്റി ലോഗരിതത്തിൽ നമുക്ക് 09 4 എന്ന് പറഞ്ഞ കോളത്തിൻ്റെ കീഴിൽ അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് 09 വരുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 4ൻ്റെ താഴെ എത്രയാണ് വരുന്നത് നോക്കുക. അപ്പോൾ 1242 വരുന്നത് അല്ലേ. 1242 അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതും. അതിനുശേഷം അടുത്ത സംഖ്യ ആയിട്ടുള്ള 9ൻ്റെ മെയിൻ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 9ൻ്റെ നേരെ എത്രയാണ് വന്നിരിക്കുന്നത്, 3 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,245 എന്ന് കിട്ടും അല്ലേ.
അപ്പോൾ 1245 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ആൻറ്റി ലോഗിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഈ വാല്യൂവിൻ്റെ 1 എന്നാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. 1 ആയതുകൊണ്ട് 1ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? 2 എന്ന് എടുക്കണം. അപ്പോൾ 2 സംഖ്യ മാറ്റി ഇതിൽ കുത്തരണം അല്ലേ. അതായത് 12.45 എന്ന് വരും. ഇതാണ് 12.45 നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക ഡിസ്ക്രീറ്റ് സീരീസിൽ. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മിഡ് വാല്യൂ ആണ് എക്സ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇക്വേഷനില്ല അതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എക്സ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന അരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, അത് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വെച്ച് തന്നെ നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദ കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ജോമെട്രിക് മീൻ ഈസ് സിമിലർ ടു ഫൈൻഡിങ് ജോമെട്രിക് മീൻ ഓഫ് ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് വെയ്റ്റഡ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഇപ്പോൾ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കുക. അവിടെ നമുക്ക് ഫ്രീക്വൻസിക്ക് പകരം എന്തായിരിക്കും? അവിടെ വെയ്റ്റ്സ് ആയിരിക്കുന്നത് മാത്രം. ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന വെയ്റ്റ്സ് ആയിരിക്കും നമ്മൾ ഫ്രീക്വൻസിക്ക് പകരമായിട്ട് എടുക്കേണ്ടത്. ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ് അല്ലേ. അതുകൂടെ ഓർത്തിരിക്കുക. ഇനി നോക്കുക, ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് സീരീസിൽ ദ ഫോളോവിങ് ടേബിൾ ഷോസ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 20 സ്റ്റുഡൻസ്. 20 സ്റ്റുഡൻസിൻ്റെ മാർക്സാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മാർക്ക് 0 to 10 കിട്ടിയ ഒരാൾ, 10 to 20 കിട്ടിയ 2 പേര്, അങ്ങനെ നമുക്ക് ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുണ്ട് അല്ലേ. കാൽക്കുലേറ്റ് ജോമെട്രിക് മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്ക് ആദ്യം അങ്ങോട്ട് എടുത്തെഴുതുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മിഡ് വാല്യൂ എഴുതുന്നു അല്ലേ. 0യും 10ഉം അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ എത്രയാണ്? 5ആണ് നടുക്കത്തെ വാല്യൂ. ദെൻ 10 to 20 അതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെ എല്ലാ മിഡ് വാല്യൂകളും നമ്മളിവിടെ കണ്ടെത്തി ഇവിടെ എഴുതി. അതിനുശേഷം തന്നിരിക്കുന്ന ഫ്രീക്വൻസി നമ്മൾ അടുത്ത കോളത്തിലേക്ക് എഴുതുന്നു. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസിയോടെ എഴുതിയതിന് ശേഷം പിന്നീട് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഈ എക്സിൻ്റെ ലോഗ് അല്ലേ. അപ്പോൾ ലോഗ് എക്സ് അല്ലേ, ഇതാണ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് മിഡ് വാല്യൂ. അപ്പോൾ അതിൻ്റെ ലോഗ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അതായത് 5ൻ്റെ ലോഗ് വാല്യൂ. 5 എന്നുള്ളത് നമുക്കറിയാം ലോഗിൽ നമ്മൾ എന്താണ് 50 എന്ന് എടുക്കണം അല്ലേ. 5 എന്ന് പറഞ്ഞൊരു ഐറ്റം നമുക്ക് ലോഗിലില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 50 എടുത്താൽ മതി. അതായത് 50 എടുത്തിട്ട് ആദ്യത്തെ വാല്യൂ അല്ലേ 69.90 എന്ന് കിട്ടും. അപ്പോൾ 69.69 എന്നാണ്. കാരണം 5 എന്നുള്ളത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 1 - 1 അല്ലേ. 1 - 1 5 എന്നുള്ള ഒറ്റ ഡിജിറ്റ് മാത്രം ഉള്ളതുകൊണ്ട് 1 - 1 എടുത്തുകൊണ്ട് നമ്മൾ 0 കൊടുക്കണം അല്ലേ. അപ്പോൾ 0.606990 അല്ലേ. അങ്ങനെ വരും നമുക്ക് വാല്യൂ. അപ്പോൾ അടുത്തതിന് നമുക്ക് 15ആണ്. അപ്പോൾ 15ാമത്തെ നമ്പറുണ്ട്. 15 എടുത്തിട്ട് നമുക്ക് വാല്യൂ നോക്കുക. 15 എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് തൊട്ടടുത്ത വാല്യൂ തന്നെ 1761 അല്ലേ. അപ്പോൾ നമുക്ക് 1761. അപ്പോൾ അവിടെ നമുക്ക് എത്രയാണ്? ഇവിടെ നമുക്ക് 15 2 അക്കമാണുള്ളത്. അപ്പോൾ 2 - 1 1 ആണല്ലേ. അപ്പോൾ അത് നമ്മൾ 1 പോയിൻ്റ് എന്ന് കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലോഗ് എക്സ് വാല്യൂ എല്ലാം കണ്ടുപിടിക്കുക. നമുക്ക് ഈ ഒരു ലോഗിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇപ്പോഴും സംശയമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോ നന്നായിട്ട് കണ്ടു പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് എഫ് ലോഗ് എക്സ് കണ്ടുപിടിക്കണം. അതായത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ലോഗ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഓരോ ഐറ്റം നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. സിഗ്മ എഫ് ലോഗ് എക്സ്. നമുക്ക് എൻ എന്ന് പറയുന്നത് ഇവിടെ സാധാരണ പോലെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അതിനുശേഷം നമ്മൾ ആൻറ്റി ലോഗ് അല്ലേ, ഈ ഒരു 28.9692 ഈ ഒരു ടോട്ടലിനെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾക്ക് എന്ത് പഠിക്കുന്ന ആ ഒരു ഐറ്റം കിട്ടും. ഇതിൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എടുക്കേണ്ടത് 44 ആണ്. 44ൽ 8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8, ഒപ്പം തന്നെ 5 മീൻ ഡിഫറൻസ് കൂട്ടണം അല്ലേ. 44ൽ 8ാമത്തെ കോൾ എടുക്കുമ്പോൾ നമുക്കറിയാം 28.05 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 5ൻ്റെ മീൻ ഡിഫറൻസോടും കൂട്ടുമ്പോൾ നമുക്ക് 28.08 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 28.08 എന്നാണ് വരുന്നത്. കാരണം ഇവിടെ 1 ആയതുകൊണ്ട് 1ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് 2 അല്ലേ, 2 അക്കം മാറ്റി നമ്മളിവിടെ 1 2 2 അക്കം മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടണം അല്ലേ. അപ്പോൾ 28.08 നമുക്ക് ആൻസർ ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള 1-2 പ്രോബ്ലംസ് കൂടി നോക്കാം. പോപ്പുലേഷൻ ഓഫ് കേരള ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ ദി ഫസ്റ്റ് ഡീക്കേഡ്, 30% ഇൻ ദി സെക്കൻഡ് ഡീക്കേഡ് ആൻഡ് 45% ഇൻ ദി തേർഡ് ഡീക്കേഡ് അല്ലേ. അതായത് കേരളത്തിലെ പോപ്പുലേഷൻ 20% ആദ്യത്തെ 10 വർഷത്തിൽ അല്ലെങ്കിൽ ശതകത്തിൽ കൂടി, പിന്നീട് 30% രണ്ടാമത്തെ ശതകത്തിൽ 30% കൂടി, പിന്നെ 45% കൂടി അല്ലേ. വാട്ട് ഈസ് ദി ആവറേജ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദി പോപ്പുലേഷൻ? നമുക്ക് ഈ പോപ്പുലേഷൻ ഉണ്ടായ ആവറേജ് ഇൻക്രീസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പോപ്പുലേഷൻ നമുക്ക് ഡീക്കേഡ് 1 2 3 നമ്മൾ കൊടുത്തു. അതിനുശേഷം പോപ്പുലേഷൻ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഡീക്കേഡ് നമുക്ക് ഈ പോപ്പുലേഷൻ തുടക്കത്തിൽ എത്രയാണ് 100 എന്നുള്ള അസ്യൂം ചെയ്യാം. അതായത് പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 100ൽ നിന്ന് എത്രയാണ് 20% കൂടി കഴിഞ്ഞാൽ നമുക്ക് എത്രയായിട്ട് മാറും? 120 അല്ലേ. അപ്പോൾ അങ്ങനെ എക്സിൻ്റെ വാല്യൂ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഓർത്തിരിക്കുക. 100നെ നമ്മൾ ബേസായിട്ട് എടുത്തുകൊണ്ട് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാം 100 എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 100ൽ നിന്ന് 20% കൂടിയാൽ എത്രയാവും? 120 ആവും. പിന്നീട് 30% കൂടുമ്പോൾ എത്രയാവും? 130 ആവും. 45% കൂടുന്നെങ്കിൽ ആ വർഷം അത് 145 ആവും. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, അതിൻ്റെ നമ്മൾ എക്സിൻ്റെ ലോഗ് കണ്ടുപിടിക്കണം. അപ്പോൾ 12 0 അല്ലേ, അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. 130 നമുക്ക് അതിൻ്റെ വാല്യൂ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് 2 വരാനുള്ള കാരണം എന്താണ്? ഇത് 3 ഡിജിറ്റാണ്. 3 - 1 2 ആണല്ലേ, അതുകൊണ്ടാണ് 2 കൊടുക്കുന്നത് അല്ലേ. അതിന് നമ്മൾ സിഗ്മ ലോഗ് എക്സ് കണ്ടുപിടിക്കുന്നു. സിഗ്മ ലോഗ് എക്സ് ഡിവൈഡ് ബൈ n അല്ലേ.
അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് തന്നെയാണ്. ഇവിടെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 ഡിവൈഡ് ചെയ്തിട്ട് 2.1182 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻറ്റി ലോഗ് നമുക്ക് കണ്ടുപിടിക്കണം. 11 11ാമത്തെ കോളത്തിൽ 11ാമത്തെ 0.11 കോളം എടുത്തിട്ട് 8ാമത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ എഴുതിയിട്ട് രണ്ടിൻ്റെ മീൻ ഡിഫറൻസോടും കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ, 1313 എന്ന് കിട്ടും. അപ്പോൾ നമുക്കതിൽ ഇവിടെ 2 ആയതുകൊണ്ട് 2നോട് ഒന്നുകൂടെ കൂട്ടി 3 സംഖ്യ മാറ്റി നമ്മൾ കുത്തിടുന്നു അല്ലേ. അപ്പോൾ അതാണ് 131.3 എന്ന് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പെർസെൻറ്റേജിൻ്റെ കണക്കിൽ അവസാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ എന്താ വെച്ചാൽ 100 നമ്മൾ ബേസ് ആയിട്ട് എടുത്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ 131.3 ഇൻക്രീസാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നമ്മൾ 131.3 നിന്ന് 100 കുറച്ചിട്ട് മൊത്തം 31.3% ഇൻക്രീസ് എന്നുള്ള ആ രീതിയിൽ നമ്മൾ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അറിയാം 20%, 30%, 40% അല്ലേ. അതിൻ്റെ ആവറേജ് പെർസെൻറ്റേജാണ് വരുന്നത്. അപ്പോൾ ആവറേജ് വന്നിരിക്കുന്നത് എത്രയാണ്, 31.3%. അപ്പോൾ ജോമെട്രിക് മീൻ പ്രകാരമാണ് നമ്മളത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഇതിനെ 100നെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 120 എഴുതിയത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 100നെ ബേസ് ചെയ്തുകൊണ്ട് 130 എഴുതിയത്. അതുകൊണ്ട് തന്നെ അവസാനം നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫിഗർ എന്ന് പറയുന്നത് അത് നമ്മൾ അതിൽ നിന്ന് 100 കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് ആൻസറായിട്ട് പെർസെൻറ്റേജ് രൂപത്തിൽ എഴുതേണ്ടത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ പെർസെൻറ്റേജ് പ്രോബ്ലത്തിലെല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. നോക്കുക. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. എ മെഷീനറി ഡിപ്രീഷിയേറ്റ് ബൈ 40% ഇൻ ദ വാല്യൂ ഇൻ ദി ഫസ്റ്റ് ഇയർ. 40% ഒരു മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ്റെ റേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 40% ആദ്യത്തെ വർഷം കുറഞ്ഞു, പിന്നീട് 25% രണ്ടാമത്തെ വർഷം കുറഞ്ഞു, ആൻഡ് 10% പെർ ആനം ഫോർ ദി നെക്സ്റ്റ് 3 ഇയേഴ്സ്. പിന്നീട് അടുത്ത 3 വർഷത്തേക്ക് 10% വെച്ച് കുറഞ്ഞു. ഈച്ച് പെർസെൻറ്റേജ് ബീങ് കാൽക്കുലേറ്റ് ഓൺ ദി ഡിമിനിഷിംഗ് വാല്യൂ. ആ ഡിമിനിഷിംഗ് വാല്യൂലാണ് ഈ ഒരു ഡിപ്രീസിയേഷൻ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിമിനിഷിംഗ് വാല്യൂലാണ് സാധാരണ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആ ഡിമിനിഷിംഗ് വാല്യൂ ആയിരിക്കും പറയുക. അല്ലെങ്കിൽ നമുക്ക് അരിത്തമാറ്റിക് മീൻ ഉപയോഗിച്ചാലും മതി. ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ അവിടെ അരിത്തമാറ്റിക് മീൻ്റെ ആവശ്യമുള്ളൂ. ഡിമിനിഷിംഗ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ജോമെട്രിക് മീൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരിക. ദെൻ വാട്ട് ഈസ് ദി ആവറേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ഓഫ് 60. ആദ്യം തന്നെ നമുക്ക് 60ൻ്റെ, അതായത് നമുക്ക് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് 60, 75, 90, 90, 90 അല്ലേ. അപ്പോൾ നമുക്ക് 100ൽ നിന്ന് ഓരോ തവണയും എത്രയാണ് കുറയുന്നത്. നമ്മൾ കുറച്ചും കൂടെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചില്ലേ, അതുപോലെ തന്നെ 100ൻ്റെ കൂടെ 20 കൂടുകയല്ലേ ചെയ്തത്. അപ്പോൾ 120 എഴുതി. 100ൻ്റെ കൂടെ 130 കൂടി 130 എഴുതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ 100ൽ നിന്ന് ഇവിടെ ഡിപ്രീസിയേഷൻ ആകുമ്പോൾ കുറയുകയാണ് അല്ലേ, അതിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 100ൽ നിന്ന് 40 കുറഞ്ഞു. ആദ്യത്തെ ഐറ്റം നമുക്ക് 60 കിട്ടി. അടുത്ത 100ൽ നിന്ന് 25 കുറഞ്ഞു അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഐറ്റം നമുക്ക് 75 കിട്ടി. പിന്നെയുള്ള 3 വർഷങ്ങളിൽ 100ൽ നിന്ന് 10 വെച്ച് കുറയാണ് ഇതല്ലേ. അപ്പോൾ 90, 90, 90 അല്ലേ. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 5 വർഷങ്ങളുടെ കാര്യം അല്ലേ. 60, 75, പിന്നെ 90, 90, 90. ഓക്കെ. അപ്പോൾ ഡിപ്രീസിയേഷൻ ആയതുകൊണ്ടാണ് അത് കുറയുന്നതായിട്ട് എഴുതിയത്. ഒരു ഇൻക്രീസിൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കൂടുന്നതായിട്ട് എഴുതും അല്ലേ. ഇപ്പോൾ 20% കൂടുവാണെങ്കിൽ 120 എഴുതും. 40% കൂടുന്നെങ്കിൽ 140 എഴുതും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യണമെന്നായിട്ട് ഓർത്തിരിക്കുക. എന്നിട്ട് നമുക്ക് എക്സിൻ്റെ ലോഗ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു, ടോട്ടൽ ചെയ്യുന്നു. അതിനുശേഷം സിഗ്മ ലോഗ് എക്സ് ഡിവൈഡ് ബൈ എൻ അല്ലേ. നമുക്ക് എത്രയാണോ എണ്ണുള്ളത് അതാണ് എന്നായിട്ട് എടുക്കേണ്ടത്. 5 ആണുള്ളത്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.9032 എന്ന ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 80.02 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം ഇത് 100 മൈനസ് 80.02 എന്ന് എഴുതണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് 100ൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. കാരണം നമ്മൾ കുറച്ചാണ് നമ്മൾ ഈ ഒരു സംഖ്യ എഴുതിയിരിക്കുന്നത് അല്ലേ. 100ൽ നിന്ന് കുറച്ചാണ് 60ലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, 100ൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ 100ൽ നിന്നാണ് ഇത് കുറയ്ക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക. കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയ വാല്യൂവിൽ നിന്ന് 100 കുറയ്ക്കുകയാണ് ചെയ്തത് അല്ലേ. അത് ഇൻക്രീസിൻ്റെ കേസിൽ. അപ്പോൾ ഡിക്രീസിൻ്റെ കേസിൽ, ഡിപ്രീസിയേഷൻ പോലെ കേസിൽ 100ൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 100 മൈനസ് 80.02 അതും ഒന്ന് ഓർത്തിരുന്നേക്കുക. അപ്പോൾ നമുക്ക് 19.98 എന്ന് കിട്ടും അല്ലേ. 19.980. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് നമുക്ക് 20% പറയാനും നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി ഒരു പ്രോബ്ലം കൂടെ നോക്കി വയ്ക്കാം. ആൻ ഇക്കോണമി ഗ്രോസ് അറ്റ് ദ റേറ്റ് ഓഫ് 2% ഇൻ ദി ഫസ്റ്റ് ഇയർ, 2.5% ഇൻ ദി സെക്കൻഡ് ഇയർ, 3% ഇൻ ദി തേർഡ് ഇയർ. നമുക്കൊരു എക്കോണമിയുടെ വളർച്ച അത് ഇൻക്രീസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2% ആദ്യം കൂടി, പിന്നെ 2.5 കൂടി, പിന്നെ 3% കൂടി, പിന്നീട് 4% കൂടി അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സോ ഓൺ 10% ഇൻ ദി 10th ഇയർ. അങ്ങനെ വെച്ച് 10ാമത്തെ വർഷം 10% കൂടി അല്ലേ. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 2%, പിന്നെ 2% ഇൻ ദി ഫസ്റ്റ് ഇയർ, 2.5%. രണ്ടാമത്തെ വർഷം മാത്രം 0.5 കൂടിയിട്ടുള്ളൂ അല്ലേ. മൂന്നാമത്തെ വർഷം അത് 3%, അവിടെയും 0.5 കൂടി. പിന്നീട് 4ാമത്തെ വർഷം ആയപ്പോൾ അത് 4% കൂടി അല്ലേ. പിന്നെ അങ്ങനെ 10ാമത്തെ വർഷമായപ്പോൾ 10% കൂടി അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതാം. ഫോർമുലാത്ത് എഴുതുക. അതിനുശേഷം ഇയർ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അങ്ങനെ 10 വർഷങ്ങൾ, ഇയർ ഏതൊക്കെ വർഷങ്ങളാണെന്ന് നമ്മൾ എഴുതി. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ അല്ലേ. ആദ്യത്തെ വർഷം നമുക്ക് 2% കൂടിയത് അല്ലേ. പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ 100ൽ നിന്ന് കൂടുകയാണ് ചെയ്തത് അല്ലേ.
2% ഇൻക്രീസ് ആണ് വന്നത് അല്ലേ, ഗ്രോ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100 കൂടെ 2 കൂട്ടി 102 എന്ന് എഴുതുക. പിന്നീട് 2.5 ആണ് കൂടിയത് രണ്ടാമത്തെ വർഷം, അപ്പോൾ 102.5 എന്ന് എഴുതുക. പിന്നീട് അത് 3% കൂടിയത് മൂന്നാമത്തെ വർഷം, 103 എന്ന് എഴുതുക. നാലാമത്തെ വർഷം 104. പിന്നെ ഓരോന്നോരോന്ന് കൂടിയല്ലേ, അങ്ങനെയായിരിക്കും 110 വന്നിരിക്കുന്നത് 10ാമത്തെ വർഷം അല്ലേ. അപ്പോൾ ഓരോന്നോരോന്ന് കൂടിയാലാണ് ഇവിടെ 110 ആവുകയുള്ളൂ. അപ്പോൾ അഞ്ചാമത്തെ വർഷം 105, 106, 107 അങ്ങനെ ആ രീതിയിൽ എക്സ് കണ്ടുപിടിക്കുന്നു. ഇനി എക്സിൻ്റെ ലോഗ് വാല്യൂ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നു അല്ലേ. എക്സിൻ്റെ ലോഗ് വാല്യൂ, എക്സിൻ്റെ ലോഗരിതം ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ ലോഗ് വാല്യൂ എടുത്തെഴുതുക. അതിനുശേഷം നമ്മളതിനെ ടോട്ടൽ ചെയ്യുന്നു, സിഗ്മ ലോഗ് എക്സ് കിട്ടുന്നു. അവിടെ നമുക്ക് ഇവിടെ 20.2372 എന്ന് ഐറ്റം കിട്ടും അല്ലേ നമുക്ക് ടോട്ടൽ. അത് ഡിവൈഡ് ബൈ 10 വർഷമല്ലേ ഉള്ളത്, ഈ 10 വർഷം ഉള്ളതുകൊണ്ട് 10 എന്നിനെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് 2.02372 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2 ആയതുകൊണ്ട് 2 ഒന്നുകൂടെ കൂട്ടി 3 സംഖ്യ മാറ്റി കുത്തരണം അല്ലേ. നമുക്ക് 105.6 എന്നാണ്, അതായത് 1506 എന്നാണ് നമുക്ക് കിട്ടുക, 1056 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 3 സംഖ്യ മാറ്റി കുത്തിയിട്ട് 105.6 ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ 3 സംഖ്യ മാറ്റി കുത്തിയിട്ട് 105.6 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 105.6 ആ സംഖ്യയിൽ നിന്ന് വേണം നമ്മൾ 100 കുറയ്ക്കാൻ അല്ലേ, കാരണം ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 105.6 മൈനസ് 100 5.6% ആവറേജ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ആൻസർ കണ്ടെത്തുക. നമുക്കിവിടെ 102.5 അതിൻ്റെ ലോഗ് വാല്യൂ കണ്ടെത്തുമ്പോൾ ഇതുപോലെ കണ്ടെത്തിയാൽ മതി. 10 നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ ഉള്ള വാല്യൂ നമുക്ക് ഇത് കിട്ടും, 0.086 എന്ന് കിട്ടും അല്ലേ, നമുക്ക് 102 എടുത്ത പോലെ തന്നെ. അതിനുശേഷം നമുക്ക് 5ൻ്റെ മീൻ ഡിഫറൻസ് കൂടെ 21 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0.0107 എന്ന് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ 3 എന്നുള്ള വാല്യൂ, ഈ 3 ആണ് നമുക്ക് പൂർണ്ണസംഖ്യ ഉള്ളത്. 3ൽ നിന്ന് 1 കുറച്ച് നമുക്ക് 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2 തന്നെ നമുക്കിവിടെ എഴുതിയാൽ മതിയാവും. അപ്പോൾ അതേ രീതിയിലാണ് ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ജോമെട്രിക് മീൻ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക്